ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അതീവ സങ്കീർണമായി തുടരുന്ന പശ്ചാത്തലത്തിൽ നിലവിലെ ആണവ ചർച്ചകളിൽ താൻ തൃപ്തനല്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെങ്കിലും അക്കാര്യം തള്ളിക്കളയാനാകില്ല എന്നും സൂചിപ്പിച്ചു. യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരോട് ഇറാൻ വിടാൻ ഇതിനോടകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. Can't put up with it. We're not happy with the negotiation. They just don't want to. They don't want to say the key words. We're not going to have a nuclear weapon. They have to say we're not going to have a nuclear weapon, and they just can't quite get there. They want to enrich a little bit. You don't have to enrich when you have that much oil. So I'm not happy with the negotiation. വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, എങ്ങുമെത്താതെ നീളുകയാണോ ഇറാൻ അമേരിക്ക ആണവ ധാരണ ചർച്ചകൾ? ഒമാന്റെ മധ്യസ്ഥതയിലാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. പക്ഷേ ഈ ചർച്ചകൾ ഇങ്ങനെ നീളുമ്പോൾ ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണ് ട്രംപ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു യുദ്ധം, സൈനിക നടപടി തള്ളിക്കളയാൻ കഴിയില്ല എന്ന് തന്നെയുള്ള ഒരു അല്പം ആശങ്ക ജനിപ്പിക്കുന്ന വാക്കുകൾ തന്നെയാണ് ട്രംപിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതല്ലേ? ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് താൻ തൃപ്തനല്ല അല്ലെങ്കിൽ ത്രിൽഡ് അല്ല എന്ന വാക്കുകളൊക്കെയാണ് അദ്ദേഹം ഉപയോഗിച്ചത് എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. തീർച്ചയായും അത് അദ്ദേഹത്തിന്റെ നിലപാട് വളരെ കൃത്യമായി പറയുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഇക്കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച് ചില ചർച്ചകളെല്ലാം തന്നെ നടന്നത്. ഈ ചർച്ചകളിലൊന്നും അന്തിമ തീരുമാനമായിട്ടില്ല. അതായത് വ്യാഴാഴ്ച നടന്ന ചർച്ചകളിൽ അന്തിമ തീരുമാനമായിട്ടില്ല എങ്കിൽ കൂടി പുരോഗമനപരമായ ചർച്ചകളാണ് നടക്കുന്നതെന്ന് ഒമാൻ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെ അറിയിച്ചിരുന്നു. മധ്യസ്ഥ രാഷ്ട്രമായ ഒമാന്റെ വിദേശകാര്യമന്ത്രി ഉൾപ്പെടെ അറിയിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏറെ ഗൗരവം അർഹിക്കുന്നത്. കാരണം സന്തുഷ്ടനല്ല എന്ന് വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. അത് മുന്നോട്ട് പോകുന്നില്ല ചർച്ചകൾ എന്നതിൽ കൃത്യമായ ഒരു എതിർപ്പ് ട്രംപ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഈ യുറേനിയം സമ്പുഷ്ടീകരിക്കുക എന്നതും അതുപോലെ തന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ സൂക്ഷിക്കുക എന്നതും അമേരിക്ക എതിർക്കുകയാണ്. എന്നാൽ തീർത്തും യുറേനിയം സമ്പുഷ്ടീകരണം തങ്ങളുടെ ആഭ്യന്തര ആവശ്യങ്ങൾക്ക്, അതായത് വൈദ്യുതോൽപാദനത്തിനൊക്കെ ഈ ആണവ ഇന്ധനമായി അത് ഉപയോഗിക്കുന്നതിന് ഒരു യുറേനിയം സമ്പുഷ്ടീകരണം നടത്താനുള്ള അനുമതി വേണമെന്നും അത് ഇറാനിൽ തന്നെ സൂക്ഷിക്കണമെന്ന നിലപാടാണ് അവർക്കുള്ളത്. ഇറാനിൽ പലയിടങ്ങളിലും അതിന്റെ സെല്ലറുകളും വലിയ ബങ്കറുകളെല്ലാം തന്നെ ഇതുപോലെ ഇത്തരം ആണവായുധം സൂക്ഷിക്കുന്നതിനുള്ള ബങ്കറുകളെല്ലാം തന്നെ പുതുതായി പണിയുന്ന ദൃശ്യങ്ങളെല്ലാം പുറത്തു വരികയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പൂർണ്ണമായും ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നിർത്തിവെക്കണമെന്നൊരു നീക്കമാണ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സംഘർഷത്തിലേക്ക് നീങ്ങുന്നത്. ഇനി സാങ്കേതിക വിഷയങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ച ഇന്ന് നടക്കാനിരിക്കുകയാണ്. ഇന്നല്ല, വരുന്ന ദിവസങ്ങളിൽ ഈ ആഴ്ച തന്നെ നടക്കാനിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ആണ് വിശദാംശങ്ങൾ.